नमस्ते छात्रों, ठीक है ना। आज हम पहली इकाई का तीसरा पाठ, एक कविता है, छोटी सी कविता है श्री धर्मवीर भारती की टूटा पहिया नामक कविता। इस कविता द्वारा श्री धर्मवीर भारती कहते हैं, समय आने पर रथ का टूट भी हमारे काम में आएंगे। ये टूटा पहिया एक पौराणिक कहानी से लिया गया है। टूटा पहिया, broken wheel of a chariot, രഥത്തിൻ്റെ പൊട്ടിപ്പോയ ചക്രം എന്ന അർത്ഥം വരുന്ന ടൂട്ട पहिയ പുരാണവുമായിട്ട് വളരെ ബന്ധമുള്ളതാണ്. നമുക്കറിയാം, മഹാഭാരത യുദ്ധം 18 ദിവസക്കാലത്തോളം നീണ്ടുന്ന പാണ്ഡവരും കൗരവരും തമ്മിൽ നടന്ന യുദ്ധം. എതിരാളിയെ കീഴ്പ്പെടുത്താൻ ഗുരുവായ ദ്രോണാചാര്യർ തീർത്ത ചക്രത്തിൻ്റെ ആകൃതിയിലുള്ള സേനാവ്യൂഹം, ചക്രവ്യൂഹം, ഇതിൻ്റെ ഓരോ കവാടത്തിലും കൗരവപക്ഷത്തെ അതിസാഹസികരായ മഹാരഥന്മാരാണ് നിന്നിരുന്നത്. അകത്ത് കടന്നാൽ പുറത്തു കടക്കുക അസാധ്യം. കൃത്യമായി പറഞ്ഞാൽ, നമ്മുടെ പായൽ മൂടിക്കിടക്കുന്ന കുളത്തിൽ കല്ലെറിഞ്ഞാൽ ഉണ്ടാകുന്ന അവസ്ഥ. അർജുനനല്ലാതെ ഇതിനെ ഭേദിക്കാൻ മറ്റാർക്കും സാധ്യമല്ല. എന്നാൽ അർജുനപുത്രനായ അഭിമന്യു ഇത് ഭേദിക്കാനായി, ചക്രവ്യൂഹം ഭേദിക്കാനായിട്ട് ഇറങ്ങി പുറപ്പെടുന്നു. എന്നാൽ അകത്ത് കടന്ന അഭിമന്യു ചതിക്കപ്പെട്ട് തിരികെ പുറത്തു വരാൻ പറ്റാത്ത അവസ്ഥയിലായിത്തീരുന്നു. അദ്ദേഹത്തിൻ്റെ മരണവും സംഭവിക്കുന്നു. മരണത്തിന് മുമ്പേ തനിക്ക് രക്ഷയായിട്ട് അദ്ദേഹം ടൂട്ട पहिയ അല്ലെങ്കിൽ പൊട്ടിപ്പോയ ആ ചക്രത്തെയായിരുന്നു തൻ്റെ രക്ഷയ്ക്കായി, സ്വയം രക്ഷയ്ക്കായിട്ട് അഭിമന്യു കയ്യിലെടുത്തിരുന്നത്. ആ പൊട്ടിപ്പോയ ചക്രത്തെ വെച്ചുകൊണ്ടാണ് ഇവിടെ ശ്രീ ധർമ്മവീർ ഭാരതി നമ്മളോട് ടൂട്ട पहिയ എന്ന് പറഞ്ഞുകൊണ്ട് ഒരു കവിത, ആ കവിതയിലൂടെ ഒന്നിനെയും നിസാരവൽക്കരിക്കരുത്. ചില ഘട്ടങ്ങളിൽ പൊട്ടിപ്പോയ ചക്രത്തിന് പോലും നമ്മുടെ രക്ഷയ്ക്കായിട്ട് എത്തിച്ചേരാൻ കഴിയും എന്ന് പറഞ്ഞു തരുന്നത്. ഒപ്പം തന്നെ ആധുനിക ജീവിതത്തിൽ മനുഷ്യനിൽ നിന്നും അന്യം വന്നുകൊണ്ടിരിക്കുന്ന സത്യം, നീതി, ധർമ്മം, വിശ്വാസ്യത, മമത തുടങ്ങിയ കാര്യങ്ങളെ വീണ്ടെടുക്കുവാനും അത് ജീവിതത്തിൻ്റെ ഭാഗമാക്കി മാറ്റുവാനുമുള്ള പ്രേരണ നൽകുകയാണ് ശ്രീ ധർമ്മവീർ ഭാരതി തൻ്റെ കവിതയിലൂടെ സന്ദേശമായിട്ട് നൽകുന്നത്. पहले मैं आदर्शवाचन करूं। कविता का नाम है टूटा पहिया। कवि का नाम श्री धर्मवीर भारती। सुनिए, मैं रथ का टूटा हुआ पहिया हूँ, लेकिन मुझे फेंको मत। क्या जाने कब इस दुरूह चक्रव्यूह में अक्षौहिणी सेनाओं को चुनौती देता हुआ कोई दुस्साहसी अभिमन्यु आकर गिर जाए। अपने पक्ष को असत्य जानते हुए भी बड़े बड़े महारथी अकेली निकती आवाज को
अपने ब्रह्मास्त्रों से कुचल देना चाहे, तब मैं रथ का टूटा हुआ पखिया उसके हाथों में ब्रह्मास्त्रों से लोहा ले सकता हूं। मैं रथ का टूटा हुआ पखिया हूं, लेकिन मुझे फेंको मत। इतिहासों की सामूहिक गति सहसा झूठी पड़ जाने पर क्या जाने सच्चाई टूटे हुए पक्षियों का ആശ്രയ ले। ഇത്രയുമാണ് ഈ കവിത ഉള്ളത്. ആ കവിതയിലൂടെ അദ്ദേഹം ഏതൊരു വസ്തുവിനും അതിൻ്റെതായുള്ള പ്രാധാന്യം, പൊട്ടിപ്പോയ ചക്രം പോലും നമ്മളുടെ രക്ഷയ്ക്കായിട്ട്, സ്വയം രക്ഷയ്ക്കായിട്ട് എത്തിച്ചേർന്നേക്കാം, അതുകൊണ്ട് ഒന്നിനെയും വലിച്ചെറിഞ്ഞേക്കരുത് എന്ന് പറഞ്ഞു തരാനായിട്ട് ശ്രമിക്കുകയാണ്. എന്നാൽ അതേസമയം തന്നെ നിസ്സാരവൽക്കരിക്കുന്ന ഒരു സ്വഭാവം, മറ്റെന്തിനേയും നിസ്സാരവൽക്കരിക്കുക, അപ്രകാരം ഒരു സ്വഭാവം മനുഷ്യരിലുണ്ട്. അതിനെ മാറ്റണം. ഒപ്പം തന്നെ കവി നമ്മളോട് പറയുന്നു, സത്യം, ധർമ്മം, വിശ്വാസ്യത, നീതി, മമത, സ്നേഹം, സഹായം തുടങ്ങിയ മാനുഷിക മൂല്യങ്ങൾ, ഈ മാനുഷിക മൂല്യങ്ങളെല്ലാം തന്നെ ഒരു കാലഘട്ടത്തിൽ നമ്മളോടൊപ്പം ഉണ്ടായിരുന്നെങ്കിൽ ഇന്ന് നമ്മളിൽ നിന്ന് അത് അന്യം വന്നു നിന്നുകൊണ്ടിരിക്കുകയാണ്. ഇങ്ങനെ അന്യം വന്നു നിന്നുകൊണ്ടിരിക്കുമ്പോൾ തന്നെ നമ്മുടെ ജീവിത ചക്രമാവുന്ന ആ ചക്രത്തിൽ നിന്നും ഇതെല്ലാം തന്നെ ഇല്ലാതാവുന്നതോട് കൂടിയിട്ട് ആ ജീവിത ചക്രം, പൊട്ടിപ്പോയ ചക്രത്തിന് സമാനനായിട്ട് അല്ലെങ്കിൽ സമാനമായിട്ട് മാറിയേക്കാം. അപ്രകാരം ഈ മൂല്യങ്ങളെ, മാനുഷിക മൂല്യങ്ങളെ നമുക്ക് തുടർന്നും കൈമുതലാക്കിക്കൊണ്ട് മുന്നോട്ടേക്ക് പോകാനായിട്ട് കഴിയണം. ഒരിക്കലും ഇതിനെയൊന്നും തന്നെ വലിച്ചെറിഞ്ഞേക്കരുത്. നമ്മുടെ ജീവിത രക്ഷയ്ക്കായിട്ടുണ്ടാവുക ഇപ്രകാരമുള്ള മാനുഷിക മൂല്യങ്ങളായിരിക്കും എന്നുകൂടി നമ്മെ ഓർമ്മപ്പെടുത്തുകയാണ് ഈ കവിതയിലൂടെ കവി ചെയ്യുന്നത്. നമുക്ക് കവിത ഒന്ന് നോക്കാം. മേ രഥ കാ ടൂട്ടാ ഹുവാ പഹിയാകും. ഞാൻ രഥത്തിന്റെ പൊട്ടിപ്പോയ ചക്രമാണ്. മേ രഥ കാ ടൂട്ടാ ഹുവാ പഹിയാകും. ലേക്കിൻ മുझे फेंको मत, लेकिन मुझे फेंको मत, वो टूटा हुआ पखिया हम मानव से कहते हैं, मैं रथ का टूटा हुआ पखिया हूं, पर भी मुझे फेंको मत. ഞാൻ രഥത്തിന്റെ പൊട്ടിപ്പോയ ചക്രമാണെങ്കിൽ കൂടി എന്നെ ഒരിക്കലും നിങ്ങൾ വലിച്ചെറിഞ്ഞേക്കരുത്. ഫെങ്കിന മീൻസ് ത്രോ, വലിച്ചെറിയുക. അപ്പോൾ പൊട്ടിപ്പോയ ചക്രമാണ് ഞാനെങ്കിൽ പോലും എന്നെ നിങ്ങൾ വലിച്ചെറിയരുത്. വളരെ ധൈര്യതയോട് കൂടിയിട്ടുള്ള അപേക്ഷയാണ് കവി തൻ്റെ കവിത പറഞ്ഞു വരുന്ന വരികളിലൂടെ തന്നെ വെക്കുന്നത്. देखिए, मैं रथ का टूटा हुआ पखिया हूं, लेकिन मुझे फेंको मत. क्या जाने कब इस दुरूह चक्रव्यूह में अक्षौहिणी सेनाओं को चुनौती देता हुआ कोई दुस्साहसी अभिमन्यु आकर गिर जाए. ആർക്കറിയാം, ഗുരു ദ്രോണാചാര്യനാൽ തീർത്ത അക്ഷൗഹിണി സേനയെ വെല്ലുവിളിച്ചുകൊണ്ട് സാഹസിക ബാലനായ അഭിമന്യു, ധീരപുത്രനായ അർജുനന്റെ മകൻ അഭിമന്യു ചക്രവ്യൂഹത്തിനുള്ളിൽ പെടില്ലെന്ന് അത് ആർക്കറിയാം എന്ന് ശ്രീ ധർമ്മവീർ ഭാരതി നമ്മളോട് പറഞ്ഞു വെക്കുകയാണ്. एक बार फिर सुनिए. देखिए, मैं रथ का टूटा हुआ पखिया हूं, लेकिन मुझे फेंको मत. क्या जाने कब इस दुरूह चक्रव्यूह में अक्षौहिणी सेनाओं को चुनौती देता हुआ कोई दुस्साहसी अभिमन्यु आकर गिर जाए. यहाँ अपनी कविता द्वारा श्री धर्मवीर भारती पाठकों से कहते हैं, रथ का टूटा हुआ पखिया वो निसार मानकर मत फेंको.
दुरूह चक्रव्यूह में अक्षहुनी सेनाओं को चुनौती देने के लिए अभिमन्यु जैसा कोई बालक कब आए, यह कब या क्या जाने. അഭിമന്യുവിനെ പോലെയുള്ള സാഹസികനായിട്ടുള്ള ഒരു കുട്ടി എപ്പോഴാണ് ഈ ചക്രവ്യൂഹത്തിൽ വന്ന് അകപ്പെടുക എന്ന് എങ്ങനെ അറിയാം? അതുകൊണ്ട് തന്നെ ഞാൻ പൊട്ടിപ്പോയ ചക്രം നിസ്സാരമാണെന്ന് കരുതി നിങ്ങൾ എന്നെ വലിച്ചെറിയാതിരിക്കുക. അത്രയാണ് ഈ വരികളിലൂടെ നമ്മളോട് ശ്രീ ധർമ്മവീർ ഭാരതി പറയുന്നത്. അതായത് ഞാനൊരു പൊട്ടിപ്പോയ ചക്രമാണ്, എന്നെ നിസ്സാരമാണെന്ന് കണ്ടുകൊണ്ട് വലിച്ചെറിയരുത്. എപ്പോഴെങ്കിലും ഏതെങ്കിലും സാഹസികനായ ബാലൻ വന്ന് ചക്രവ്യൂഹം പോലെയുള്ള ചതിയിൽ അകപ്പെടുന്ന വേളയിൽ ഞാൻ അവിടെ മിത്രമായേക്കാം, സഹായിയായി മാറിയേക്കാം. അതുകൊണ്ട് എന്നെ വലിച്ചെറിയാതിരിക്കുക. आगे देखें, अपने पक्ष को असत्य जानते हुए भी बड़े बड़े महारथी अकेली निहती आवाज को अपने ब्रह्मास्त्रों से कुचल देना चाहे, तब मैं जद का टूटा हुआ पखिया उसके हाथों में ब्रह्मास्त्रों से लोहा ले सकता हूँ. അത്രയാണ് രണ്ടാമതായിട്ട് കവി പറയുന്നത്. देखिए, अपने पक्ष को असत्य जानते हुए भी, തങ്ങളുടെ പക്ഷം അസത്യമാണെന്നറിഞ്ഞിട്ടും अपने पक्ष को असत्य जानते हुए भी, തങ്ങളുടെ പക്ഷം അസത്യത്തിൻ്റെതാണ്, അധർമ്മത്തിൻ്റെതാണ്, അനീതിയുടേതാണ് എന്നറിഞ്ഞിട്ടും ബഡേ ബഡേ മഹാരഥി, വലിയ വലിയ മഹാരഥന്മാർ, വലിയ വലിയ മഹാരഥന്മാർ, കൗരവ പക്ഷത്തുണ്ടായിരുന്ന മഹാരഥന്മാർ അഭിമന്യുവിനെ ചതിയിൽപ്പെടുത്താനായിട്ട് തുനിയുമ്പോൾ അവർക്കറിയാമായിരുന്നു തങ്ങൾ ഈ ചെയ്യാൻ വേണ്ടി പോകുന്നത് അനീതിയാണ്, അധർമ്മമാണ്, അസത്യമാണ് എന്ന്. അങ്ങനെ അറിഞ്ഞിട്ട് പോലും അക്കേലി നികത്തി ആവാസ്കോ, ഏകനായ നിരായുധനായ അഭിമന്യുവിനെതിരെ ചതി പ്രയോഗിക്കുവാൻ തുനിയുകയായിരുന്നു. അതാണ് നമ്മളോട് ഈ സ്റ്റാൻസിലൂടെ പറയുന്നത്. देखिए, अपने पक्ष को असत्य जानते हुए भी बड़े बड़े महारथी अकेली निकती आवाज को, अकेली निकती आवाज को, അക്കേല മീൻസ് ലോൺലി, ഏകനായ, തനിച്ചുള്ള അല്ലെങ്കിൽ തനിച്ച്, നിഹത്തി, നിഹത്തി മീൻസ് അണാണ്ട്, നിരായുധനായ, അക്കേലി നിഹത്തി ആവാസ് കോ അപ്പനെ ബ്രഹ്മാസ്ത്രോം സേ കുചൽ ദേനാ ചാഹെ, തങ്ങളുടെ ബ്രഹ്മാസ്ത്രത്തിൽ അകപ്പെടുത്തുവാൻ ആഗ്രഹിക്കുകയായിരുന്നു. അതായത് കൗരവ പക്ഷത്തുണ്ടായിരുന്ന വലിയ വലിയ മഹാരഥന്മാർ, ദ്രോണാചാര്യർ ഉൾപ്പെടെ ഉണ്ടായിരുന്ന മഹാരഥന്മാരെ അഭിമന്യുവിനെ അവരുടെ ചതിയിൽപ്പെടുത്തുവാൻ തുനിയുകയായിരുന്നു ചെയ്തിരുന്നത്. അപ്പോൾ ഞാൻ രഥത്തിന്റെ പൊട്ടിപ്പോയ ചക്രം ഉസ്കെ ഹാത്തോ മേം, അവരുടെ കൈകളിലെ, വലിയ വലിയ മഹാരഥന്മാരായിരിക്കുന്ന കൗരവ പക്ഷത്തുണ്ടായിരുന്ന ആളുകളുടെ കൈകളിലെ ബ്രഹ്മാസ്ത്രോംസെ, ആയുധങ്ങളോട്, ലോഹാലെ സക്താവം, ഏറ്റുമുട്ടുവാനായിട്ട് ഞാൻ തുനിയുകയാണ്. തങ്ങൾ ചെയ്യുന്നത് ഒരിക്കൽ പോലും ധർമ്മത്തിന് നിരക്കുന്നതല്ല എന്ന് അറിഞ്ഞിട്ട് പോലും കൗരവർ ചതി നടത്തുവാൻ തുനിയുന്നതായി, അല്ലെങ്കിൽ ചതി നടത്തിയത് തന്നെ നമ്മൾക്ക് പുരാണത്തിൽ നിന്നും വായിച്ചെടുക്കുന്നതാണ്. ശ്രീ ധർമ്മവീർ ഭാരതി നമ്മളോട് വീണ്ടും പറഞ്ഞു തരുന്നു, ചരിത്രത്തിന് ഒരു സത്യമുണ്ട്, ഒരു നീതിയുണ്ട്, ധർമ്മമുണ്ട്. നിരായുധരോട് ആയുധം എടുക്കാൻ പാടില്ല എന്ന് പറയുന്ന ഒരു നീതി അല്ലെങ്കിൽ ധർമ്മം. ഇവിടെ നമ്മൾ കാണുന്നത് നിരായുധനായി നിൽക്കുന്ന അഭിമന്യുവിനെ കൗരവസേന ബ്രഹ്മാസ്ത്രങ്ങളാൽ ചവിട്ടി മെതിക്കാൻ മുതിരുന്ന
കാഴ്ചയാണ്. രഥത്തിന്റെ ചക്രം ടൂട്ടാ പക്ഷിയ പറയുന്നു. ഈ സമയത്ത് നിരായുധനായി നിൽക്കുന്ന കൗരവപക്ഷത്താൽ ആക്രമിക്കപ്പെടാൻ പോകുന്ന ആ അഭിമന്യുവിന് സഹായിയായിട്ട് മാറിയത് പൊട്ടിപ്പോയ ചക്രമാകുന്ന ഞാനായിരുന്നു. അതുകൊണ്ട് ഒരിക്കൽ പോലും എന്നെ നിസാരവൽക്കരിച്ചുകൊണ്ട്, നിസാരനാണെന്ന് കണ്ടുകൊണ്ട് വലിച്ചെറിയരുത്. मैं रथ का टूटा हुआ पखिया हूं, लेकिन मुझे फेंको मत. इतिहासों की सामूहिक गति सहसा झूठी पड़ जाने पर क्या जाने सच्चाई टूटे हुए पक्षियों का आश्रय है. ഞാൻ പൊട്ടിപ്പോയ ചക്രമാണ്, എന്നെ വലിച്ചെറിയരുത്. വളരെ ധൈര്യതയോടുകൂടി ആവർത്തിച്ചുകൊണ്ട് പൊട്ടിപ്പോയ ചക്രം रथ का टूटा हुआ पहिया हमसे कहते हैं, इतिहासों की सामूहिक गति सहसा झूठी पड़ जाने पर. കൗരവപക്ഷം തങ്ങളുടെ പക്ഷം അസത്യത്തിന്റെ, അധർമ്മത്തിന്റെ, അനീതിയുടേതാണെന്ന് അറിഞ്ഞിട്ട് പോലും അർജുനപുത്രനായ അഭിമന്യുവിനെ ചതിയിലൂടെ ചക്രവ്യൂഹം ഒരുക്കി കൊന്നൊടുക്കാൻ, ഇല്ലായ്മ ചെയ്യാനായിട്ട് ശ്രമിക്കുന്നത് ചരിത്രത്തിന്റെ തെറ്റായ രീതി, തെറ്റായ പോക്കായിരുന്നു. അങ്ങനെ പോകുന്ന വേളയിലും ആശ്രയിക്കാൻ ചരിത്രത്തിനുണ്ടാവുക ഒരു വേള ഈ പൊട്ടിപ്പോയ ചക്രം കണക്കെയുള്ള നിസാരവൽക്കരിക്കപ്പെടുന്ന എന്തിനെങ്കിലും ആവാം എന്ന് പറഞ്ഞു വെച്ചുകൊണ്ട് കവി തൻ്റെ കവിത അവസാനിപ്പിക്കുകയാണ്. നോക്കാം ഒരിക്കൽ കൂടി. टूटा पखिया, मैं रथ का टूटा हुआ पखिया हूं, लेकिन मुझे फेंको मत. क्या जाने कब इस दुरूह चक्रव्यूह में अक्षौहिणी सेनाओं को चुनौती देता हुआ कोई दुस्साहसी अभिमन्यु आकर गिर जाए. अपने पक्ष को असत्य जानते हुए भी बड़े बड़े महारथी अकेली निकलती आवाज को अपने ब्रह्मास्त्रों से कुचल देना चाहे, तब मैं रथ का टूटा हुआ पखिया उसके हाथों में ब्रह्मास्त्रों से लोहा ले सकता हूं. मैं रथ का टूटा हुआ पखिया हूं, लेकिन मुझे फेंको मत. इतिहासों की सामूहिक गति सहसा झूठी पड़ जाने पर क्या जाने सच्चाई टूटे हुए पक्षियों का आश्रय ले. आगे हम इस पाठ के नए नए शब्दों को और उन शब्दों के अर्थों को ढूंढे. देखिए इस पाठ का नए नए शब्द कौन कौन सा है और अर्थ देखिए. टूटा पखिया, ब्रोकन व्हील, പൊട്ടിപ്പോയ ചക്രം. ഫേങ്ങിന ചിത്രം എറിയുക. ഡോണ്ട്, അരുത്. ഒപ്പം തന്നെ ഈ അഭിപ്രായം എന്നൊരു അർത്ഥം കൂടി ഈ പദത്തിനുണ്ട്. ദുരൂഹ, മിസ്റ്റീരിയസ്, ദുരൂഹമായ. അക്ഷൗഹിണി സേന, എ മിലിറ്ററി ഫോഴ്സ്, എ കൈൻഡ് ഓഫ് മിലിറ്ററി ഫോഴ്സ്, ഒരു സൈനിക വിഭാഗമാണിത്. ഈ സൈനിക വിഭാഗത്തിൽ കൃത്യമായിട്ട് ഉൾക്കൊള്ളുന്ന മിലിറ്ററി എന്തെല്ലാമാണെന്ന് നോക്കാം. 1,09,350 ഇൻഫാൻട്രി, 1,09,350 കാലാൾപ്പട, 65,610 കാവൽറി, 65,610 കുതിരപ്പട, 21,870 chariots and infantry, 21,870 രഥവും ഒപ്പം അത്ര തന്നെ ആനകളും ഉൾക്കൊള്ളുന്നതാണ് ഈ അക്ഷൗഹിണി സേന എന്ന് പറയുന്നത്. Then ചുനൗതി, ചുനൗതി means challenge, വെല്ലുവിളി. ജിർജന, to be surrounded, അകപ്പെടുക. അകേലി, alone, ഏകനായ. നിഹതി, നിഹതി unarmed, നിരായുധനായ. കുചൽദേന, to trample on, ചവിട്ടി മതിക്കുക. ലോഹലേന, to confront, നേരിടുക, ഏറ്റുമുട്ടുക. ഇതിഹാസ് means history. സഹസ, സഹസ suddenly, പെട്ടെന്ന്. സാമൂഹിക, collective. झूठी पढ़ना,
falsehood, सच्चाई, सच्चाई means truth, सत्यम, आश्रय लेना, to depend, आश्रയിക്കുക,